എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയും. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും. പിന്നെ അവൻ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണ് നല്ലപോലെ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? അപ്പൊ നമ്മുടെ ജാസിയും ആശിയും തെറ്റിപ്പിരിഞ്ഞു ഗൈസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണിത് അല്ലെ. ജാസി ആരാണെന്നും ആശി ആരാണെന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ജാസി എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ ആണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളന്നിറങ്ങി നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ് അല്ലേ ജാസി. ഇപ്പൊ ഓൺലൈൻ മീഡിയ മൊത്തം ജാസിന്റെ പിന്നാലാണ്. ജാസിന്റെ ഇന്റർവ്യൂ ഇല്ലാത്തൊരു ഓൺലൈൻ മീഡിയ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ലെവലിലേക്ക് ഇപ്പോൾ ആള് ഫേമസ് ആയി കഴിഞ്ഞു. ജാസിയുടെ കൂടെ എപ്പോഴും ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന മനുഷ്യനാണ് ആശി. ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ തമ്മിൽ പിരിഞ്ഞു എന്ന രീതിയിലും പല ട്രോൾ പേജിലും മറ്റും ട്രോളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ജാസി ഉസ്താദിന് അയച്ചൊരു വോയിസ് ക്ലിപ്പും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാസി ആശയെ കിട്ടാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്നു എന്നുള്ള ലെവലൊക്കെയാണ് അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ആദ്യമായിട്ടൊന്നുമല്ല. മുമ്പും ആശയും ജാസിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ ആശി ജാസിക്കെതിരെ ലൈവിൽ വന്ന് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. പലരും അത് കണ്ടിട്ടുണ്ടാകും. എന്തായാലും അന്ന് ആശി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഒന്ന് കണ്ടുനോക്കാം. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയും. ശരി, ആ ലെവലിലേക്ക് എത്തിയായിരുന്നില്ലേ സംഭവം. എന്തായാലും മുഖത്ത് നല്ല പാടുകൾ കാണുന്നുണ്ട് അല്ലേ. ജാസിനെ അതിന് നല്ലോണം ഉള്ളോട്ട് കിട്ടിക്കണമെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും പാട് വരില്ലല്ലോ. എന്തായാലും ബാക്കി നോക്കാം. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും. പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം. ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ. ഞാൻ കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. അതെനിക്ക് പലപ്പോഴും ഇവരുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴും ജാസിയുടെയും ആശയും ഒരുമിച്ചുള്ള ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളി, ആശ അധികം മിണ്ടത്തൊന്നുമില്ല. എങ്ങനെ കൈ കെട്ടിരിക്കും. സംസാരിക്കുന്ന മുഴുവൻ ജാസി ഇരിക്കും. ഞാൻ ആദ്യം കരുതിയത് ആശ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇതിന് ഇങ്ങനെ ഒരു പിന്നാമ്പറം ഉള്ളത് ഇപ്പൊ ആശ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ആ പ്രൊമോഷന് വേണ്ടി തന്നെ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷൻ കൊണ്ട് തന്നെ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. പിന്നെന്താ എനിക്ക് വേറെ ജോബ് കിട്ടിയതിനൊക്കെ സെറ്റ് ചെയ്ത് നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എൻ്റെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി എന്ന പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ തന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കിട്ടിയിട്ട് കാശ് ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ്. അതൊക്കെ കടിച്ച പാടാണ്. ഇതന്നെ കടിച്ച് മൊബൈലിൻ്റെ ഇത് വെച്ച് കുത്തിയതാണ്. അപ്പം ഇതൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ള വീഡിയോ ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ നല്ലോണം കിട്ടിക്കണില്ലേ. അത് വാങ്ങിച്ചു വെച്ചാണ് ലൈവ് എന്ന് പറയുന്നത്. എന്തായാലും ജാസി തന്നെ പിടിച്ചു വെക്കാണ്, ഒരു തരത്തിലും വിടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് പറഞ്ഞു വെക്കുന്നില്ലേ. പിന്നെ എന്തോ ഒരു നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും തന്നെ സഹായിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ പേര് ഓർത്ത് വെച്ചോളെ, നന്ദിനി റെഡ്ഡി എന്നുള്ളത്. അത് ഈ വീഡിയോയിൽ തുടർന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും ഇതെല്ലാം കൂടെ ആയപ്പോ ആശി എന്ത് തീരുമാനിച്ചു, ഇനി ജാസിന്റെ കൂടെ ജീവിക്കുന്നില്ല, എങ്ങനെയല്ലേ ജാസി ഒഴിവാക്കാന്നുള്ളൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് പിന്നാലെയാണ് ജാസി ഒരു ഉസ്താദിന് വോയിസ് അയക്കുന്നതും ഗൂഢത്രത്തെ കുറിച്ച് ചോദിക്കുന്നതും ഒക്കെ. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണ് നല്ലപോലെ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? ഉസ്താദ് ഞങ്ങൾ ഇന്ന് നല്ലപോലെ ഒരുമിച്ച് പോകുന്നുള്ളത് നോക്കാൻ വേണ്ടിയിരുന്നു. അത് നോക്കിയോ? എൻ്റെ മല പേര് ആയിഷ എന്നാണ്, എൻ്റെ മല പേര് സൈനബ. നമുക്ക് പറയോ? ശരി, ഉസ്താമാർക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങിയോ? ഉമ്മാന്റെ പേരും വെച്ച് രണ്ടുപേരുടെ ഭാവി പ്രവചിക്കാനൊക്കെ ഉസ്താമാർക്ക് പറ്റില്ലേ. എന്തായാലും കൊള്ളാം, ഉസ്താദിന്റെ ഓരോരോ കഴിവേ. ബാക്കി കേട്ടോക്കാം. പറയോ? പോകുന്നാണോ പോകൂലെന്നാണോ ഉസ്താദിന് കിട്ടിയത്? എന്താണ് ഉസ്താദ്, ഒന്ന് കാവിടെ നിർത്തി പറ. മുന്നോട്ട് പോകുന്നാണോ അല്ലാന്നാണോ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എത്ര നേരം ഇങ്ങനെ ചോദിക്കണത്, അങ്ങോട്ട് പറഞ്ഞാട്ടെ. മുന്നോട്ട് പോണ കാണുന്നില്ല, ബന്ധം മുറിയണ പോലെ കാണണം കേട്ടോ. അതെന്ത് വർത്താനാണ് ഉസ്താദ്, ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് ചോദിക്കുമ്പോ ഇങ്ങനെ ചാമ്പട വർത്താനം പറയാണ്. ആണെങ്കിലും ഒരു 500 നോട്ട് തരാം, ഇനി ഒന്നും കൂടെ ഒന്ന് പറ. മുന്നോട്ട് പോവില്ലേ ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ് ഉസ്താദ് പറയണത്? ഒന്ന് നോക്കി പറയോ? അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞത് മുന്നോട്ട് എന്ന് അവന്റെ മനസ്സിലെന്താണുള്ളത് അറിയാൻ പറ്റുമോ? അത് ശരി, മനസ്സിലുള്ളത് ഉസ്താദ് കൂട്ടി പറയൂ. ഭാവി പ്രവചനം കൂടാണ്ട് മനസ്സിലുള്ളതും പറയൂലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഉസ്താദിനൊന്നും ആവശ്യമുണ്ട്. ആർക്കെങ്കിലും ഈ ഉസ്താദിന്റെ നമ്പർ ആരെങ്കിലും ഒന്ന് അയച്ചു തരണം. കാരണം എനിക്കും കുറെ ശത്രുക്കളുണ്ട്. അവരുടെ മനസ്സിലുള്ളത് എന്താന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കൊള്ളാൻ കേട്ടോ. ഉസ്താദമാർ ഈ പരിപാടി തുടങ്ങിയത് ഞാനിപ്പോഴാണ് അറിയണത്. ആദ്യം അറിഞ്ഞില്ലെങ്കിൽ ഇവരെ കാണാൻ വേണ്ടി ഒരു ടോക്കൺ എടുക്കായിരുന്നു. എന്തായാലും ടെക്നോളജിന്റെ ഓരോരോ വളർച്ച, ജോത്സ്യന്മാരും കൈനോട്ടക്കാരും ചെയ്യുന്ന പണികളൊക്കെ ഉസ്താദമാർ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഇനി എന്തൊക്കെ കാണണം റബ്ബേ. ബാക്കി കണ്ടോക്കാം. മുന്നോട്ട് പോകൂലെന്ന് ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു. അപ്പൊ അത് മുഴുവനാവാത്തത് കൊണ്ട് അങ്ങനെ വന്നത്. എന്താ അറിയില്ല, അത് മുന്നോട്ട് പോവാത്തതാണ് കാണുന്നത് കേട്ടോ.
എന്താണ് ഉസ്താദെ ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്ന് ഇങ്ങനെ പറയല്ലേ? ഇപ്പൊ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് ഉസ്താദിന് ഒരു ഉത്തരം തന്നെയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും തരണമെങ്കിൽ ഉസ്താദിന് തരാം, എന്നാലെങ്കിലും ഒന്ന് മാറ്റി പറ. രണ്ടാൾക്കാർ തമ്മിലുള്ള പ്രശ്നമല്ലേ, ഒരു റിലേഷൻഷിപ്പ് പ്രശ്നമല്ലേ? ഉസ്താദ് തന്നെ ഒന്ന് മുൻകൈയെടുത്ത് സെറ്റാക്കി തന്നാട്ടെ. എന്തായാലും ബാക്കി കണ്ടോക്കാം. അവന്റെ മനസ്സിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടോ, വേറെ ആരെങ്കിലും വന്നോ, എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഉസ്താദ്? നല്ല സ്നേഹന്ന് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തൊരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നത്, അതുകൊണ്ട് ചോദിച്ചിട്ട്. മുന്നോട്ട് പോകുന്നത് ഉറപ്പാണോ ഉസ്താദെ? അത് അങ്ങനെയാണ് കാണുന്നത്. അതെ, ഇനി നോക്കണ്ട എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും ഉസ്താദിന് ഒരു ഉത്തരം തന്നെയാണുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് ഉറപ്പിക്കാം ഇനി ഇത് മുന്നോട്ട് പോയില്ല എന്ന്. സംഭവം ഉസ്താദ് നൈസായിട്ട് ജാസിനെ ചാമ്പിയതാണ്. അത് ജാസിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇസ്ലാം എന്തായാലും ഇത്തരം റിലേഷൻഷിപ്പുകൾ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത്തരം റിലേഷൻഷിപ്പുകൾക്ക് എതിരെ അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ വക്താക്കളായിട്ടുള്ള ഉസ്താദുമാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരൊരിക്കലും ഇതിനൊരു അനുകൂല നിലപാടെടുക്കില്ല, അനുകൂലമായിട്ടുള്ള അഭിപ്രായം പറയില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും അവരിത് പൊളിയണം എന്നുള്ള രീതിയിലേ സംസാരിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ജാസിക്ക് വേണ്ടേ? അതിന്റെ അടുത്ത് കാര്യമായിട്ട് ചോദിച്ചു ചെന്നേക്കുവാണ്, ഞങ്ങൾ തമ്മിൽ ഇനി ഒന്നാവോ, അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നോക്കി പറയുമെന്നൊക്കെ. എന്ത് പറയാനാണ്? ലോകത്തൊരു മനുഷ്യരും ഒരാളുടെ മനസ്സ് നോക്കി പറയാനൊന്നും പറ്റത്തില്ല. അതിനെങ്കിലും ജാസിനെ പോലത്തെ ആൾക്കാർ മനസ്സിലാക്കുക. എന്തായാലും ഇവര് തമ്മിലുള്ള ഈ പ്രശ്നം ഭയങ്കരമായിട്ട് ഗുരുതരായതോടെ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്നൊരു വില്ലത്തി ഇവിടെ രംഗപ്രവേശനം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ ജാസിയും ആശിയും നായികയും നായകരുമായിട്ടുള്ള ഈ കഥയിലെ എക്സാക്ട് വില്ലത്തിയാണ് നമ്മുടെ നന്ദിനി റെഡ്ഡി. ആ പേര് തന്നെ ഒരു എടുപ്പുണ്ട് അല്ലെ, നന്ദിനി റെഡ്ഡി. ആക്ച്വലി നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന പെൺകുട്ടി ആശയുടെ സുഹൃത്താണ്. സുഹൃത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ കൂടെ നിൽക്കേണ്ടത് സുഹൃത്തല്ലേ? അപ്പൊ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ആശയെ സഹായിക്കാൻ വേണ്ടി വന്നൊരു സുഹൃത്താണ് ഈ പറയുന്ന നന്ദിനി റെഡ്ഡി. അങ്ങനെ വിഷയം പറഞ്ഞ് ആശയെ സഹായിക്കാൻ മുന്നോട്ട് വന്ന നന്ദിനി എന്താക്കി, ആശയുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ട്. നമ്മളൊന്ന് കേട്ടോക്കാം. അവർക്ക് ഒരു പഴയപ്പെട്ട് കിടക്കണേ, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടെന്ന് പറയുന്നത് ഭയങ്കര പറഞ്ഞു. കുടുംബം എന്തായാലും ശരി, കുട്ടീനെ എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടിയാൽ മതി. ആ നായിന്റെ പെട്ട എന്റെ കുട്ടി രണ്ടാണ്ടാണ് പറയുന്നത്. ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടണില്ലേ, ഞാൻ എന്താ കണ്ടിട്ട് ഫോണ് സമയം കൊടുക്കണില്ല, ആ നായി എടുക്കണില്ല. എപ്പോഴാണ് സംഭവം? എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഞാൻ ഇവിടുന്ന് എന്റെ മോളെ കണ്ട ആലോചിച്ച് നോക്ക്. ഓക്കെ, ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. തന്റെ മകനെ ജാസി പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഈ ഉമ്മ സംസാരിക്കുന്നത് അല്ലെ. ഇനിയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത്. സംഭവത്തിലൊക്കെ ആയതോടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ പറയുന്ന മൂന്നാളും കൂടി ഉണ്ട് ഒരുമിച്ച് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഗായ്സ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം. അത് നിങ്ങളൊന്ന് കേട്ടോക്കി. കാരണം ജാസി ആശയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കുറെ നാളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജാസിനെ ഡയറക്റ്റ് അറിയിക്കാതെ ആശിനെ ഇവിടെ നാട്ടിൽ കയറ്റി വിടാൻ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് അഗ്രസീവ് ആയതാ, അല്ലാതെ പിന്നെ രണ്ടുപേർക്കും ദേഷ്യം കാരണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ തെറ്റിദ്ധരിക്കുന്ന പോലെ ഗൈസ്. പിന്നെ അവര് 3 പേരും ചക്സാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങൾ ഇതിപ്പോൾ ഇവിടെ തൽക്കാലം തീർന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നാട്ടിലൊന്നും പല ടിക്ടോക്കിലിന്റെ അപ്പുറത്തേക്ക് യൂട്യൂബിലൊക്കെയാണ് ഇത് ഭയങ്കര ചർച്ചാ വിഷയമായത്. ഞങ്ങളെ കൈവിട്ട് പോയ രീതിയിൽ, കാരണം അവിഹിതം പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു, എന്തൊക്കെ ജാസിക്ക് അടി കിട്ടി, ആഷിക്കിനെ നാട്ടുകാർ പറഞ്ഞിട്ട് തല്ലി, ദുബായിൽ ആഷിക്കിനെ എടുത്ത് തല്ലി, നന്ദിനി അവനെ കല്യാണം കഴിക്കാൻ പോവാണ്, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇവിടെ സോൾവ് ചെയ്തു, എല്ലാം ക്ലീൻ. ശരി, സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ച നിങ്ങൾ തന്നെയല്ലേ? ഇവരുടെ വർത്താനം കേട്ടതൊന്നും ഇവരുടെ നാട്ടുകാർ പൊക്കിക്കൊണ്ടുവന്ന പ്രശ്നമാണ് എന്നുള്ളത്. ഇവരായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ്. ജാസിന്റെ പിച്ചി മാന്തി എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ആശുവിന്റെ ലൈവ് ചെയ്യുന്നു. അതിന് പിന്നാലെ ആശുയുടെ സുഹൃത്തായിട്ടുള്ള നന്ദിനി റെഡ്ഡി ആശുവിന്റെ ഉമ്മാന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നു. എന്നിട്ട് ആ ഉമ്മ പറയുന്നത് എന്താണ്, എന്റെ മകനെ ജാസി പിടിച്ചു വെക്കുന്നതെന്നാണ്. എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇവര് തന്നെ ഉണ്ടാക്കിയിട്ട് അവസാനം ഇവര് തന്നെ ഒന്നിച്ചിട്ട് പറയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളായിട്ട് ഇനി ഞങ്ങളുടെ ജീവിതം കൊളന്നുകൊണ്ടിരുത് എന്ന്. ഇത് തുടങ്ങി വെച്ചാൽ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് കുറ്റം മൊത്തം മറ്റുള്ളവർക്ക് അല്ലേ? ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്ത്, എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയില്ല. ഒരു ദിവസം കടന്നു പോകാൻ എന്തൊക്കെ കാണണം. ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകൾ ഇപ്പൊ ഒരുപാട് വൈറലായതോടെ ഇന്നലെ ജാസിയും ആശിയും കൂടി ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് അതിനേക്കാളും മുട്ടൻ കോമഡിയാണ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ടോക്കാം. ഉസ്താദിന്റെ ഒരു വോയിസ്, അത് എന്റെ വോയിസ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ വോയിസ്, കാരണം ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനൊരു ഉസ്താദിന് അയച്ച വോയിസുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇവൻ ആ വോയിസ് കേട്ടോ, എനിക്ക് ഇവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ആശി എന്ന് പറഞ്ഞ ഒരാൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ്. ഇവൻ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു വട്ടം ഞാൻ ഒരുപാട് വിഷമിച്ച് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിപ്പോ ഇവിടെ പറയാൻ നമുക്ക് താല്പര്യപ്പെടും. അതിന് ആ സമയത്ത് വീഡിയോ ആണിത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഒരു ആളെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇവര് കുറേ കൊല്ലങ്ങളായിട്ട് എന്നെ വിടാണ്ട് കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ
മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഒരു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടി കുറെ ട്രോളന്മാർ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ട്രോളന്മാരെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ താറടിക്കുന്ന കുറെ വീഡിയോസും എന്നാലും ഇവര് എടുത്ത് വീഡിയോ ചെയ്യാം. ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ ഈ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവര് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളെ റിലേഷൻ ആയിട്ടും ഞങ്ങളെ റിലേഷനിൽ കളിച്ചിട്ടും ഞങ്ങൾ കുണ്ടന്മാരെന്തിനാ അങ്ങനെ അണ്ടിത്താത്ത അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് കുറ്റം മൊത്തം ഇപ്പൊ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന പെണ്ണിനെ തലയിലായി അല്ലെ. പാവം ആശിക്ക് ഒരു പ്രശ്നം വന്നപ്പോ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതാണ് ഈ പെൺകുട്ടി. ഇപ്പൊ അവളായി എല്ലാറ്റിനും കാരണക്കാരി. ജാസിന് വിചാരം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ജാസിക്കെതിരെ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് അല്ലെ. ജാസി വ്യക്തിധിക്ഷേപം നടത്തിക്കൊണ്ടുള്ള ട്രോളുകൾ വരെ ഭയങ്കര വൾഗറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാസിന് വിചാരം അതിനൊക്കെയുള്ള കാരണക്കാരി ഈ പറയുന്ന നന്ദിനി റെഡ്ഡി ആണെന്നുള്ളതാണ്. ഈ ട്രോളന്മാരെ എല്ലാം സൗഹൃദ വലയത്തിലാക്കിക്കൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് നന്ദിനി ചെയ്യുന്ന പരിപാടികളാണെന്നുള്ളതാണ് ജാസി വിശ്വസിച്ചിരിക്കുന്നത്. എന്താ ഞാനിതിനൊക്കെ പറയാം. ഇത് കാണുന്ന നന്ദിനി വിചാരിക്കുന്നുണ്ടാകും വന്നവരും പോയവരും ഒന്നായപ്പോ ഇപ്പൊ നമ്മൾ പഠിക്കു പുറത്തുനിന്ന്. ഇതൊക്കെയാണല്ലോ പ്യൂർലി മെച്യൂരിറ്റി ഇല്ലായ്മയുടെ പ്രശ്നമാണ്. ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ തല്ലും വഴക്കൊക്കെ സ്വാഭാവികമാണ്. ഏത് റിലേഷൻഷിപ്പിലാണ് തല്ലും വഴക്കും അടിയും പിടിയില്ലാത്തത്? വളരെ ചുരുക്കം റിലേഷൻഷിപ്പിൽ അങ്ങനെ ഉണ്ടാവാത്തതായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മാക്സിമം അത് പേഴ്സണൽ സ്പേസിൽ തന്നെ വെച്ച് തീർക്കാൻ ശ്രമിക്കുക. വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വഷളാക്കരുത്. അങ്ങനെ വഷളാക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഈ രീതിയിലൊക്കെ കൺവേർട്ട് ആയി പോകുന്നത്. അത് ഇനിയെങ്കിലും ജാസിയും ആശയും മനസ്സിലാക്കിയാൽ നന്ന്. വേറെ എന്ത് പറയാനാണ് ഇതിനൊക്കെ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.